അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, നമ്മുടെ ആഷി ഉസ്താദ് അവളുടെ മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി. ഹാദിയ, അവൾ അവിടെ നിന്ന് പോന്നെന്നോ? എന്താ എന്തൊക്കെയാ റബ്ബേ കേൾക്കണത്? അതെ, ഒരു പെണ്ണിൻ്റെ ദാമ്പത്യ ജീവിതം തുടങ്ങുകയെന്ന് പറയുമ്പോൾ അതെല്ലാവർക്കും വളരെയധികം സമാധാനമുള്ളൊരു ജീവിതമായിരിക്കുക എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത റാഹത്താണ്. പക്ഷേ ഇപ്പോൾ ഇവളെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ അത് വല്ലാത്തൊരു വിഷമമായി തോന്നിയില്ല റബ്ബേ. ശരിക്കും ആഷി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. അത് ഹാദിയക്ക് വന്ന വിഷമം ആലോചിച്ചിട്ട് ഉസ്താദിന് വല്ലാത്ത ടെൻഷനായി. റബ്ബേ, ഹാദിയ ഓളേറെ പ്രതീക്ഷയോടെ ഓളെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നതായിരുന്നു. പക്ഷേ ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ്, സ്വന്തം ഭാര്യയോട് സ്നേഹം കാണിക്കാതെ ഒരുപാട് അങ്ങനെ ഇടങ്ങാറാക്കും. റബ്ബേ, എന്തായാലും ഹാദിയക്ക് നീ സമാധാനം കൊടുക്കല്ല. ഒരു നിമിഷം ആഷി ഉസ്താദ് ദുആ ചെയ്തു. എന്നാൽ ആ നിമിഷം തന്നെ ആഷി ഉസ്താദ് അതാ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. ഹാദി, മോള് വിഷമിക്കണ്ട കേട്ടോ. പഠിച്ച റബ്ബ് എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടുണ്ടാവും അതിൽ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. ഒന്നും പഴയത് ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ അള്ളാഹുവിൻ്റെ വിധിയാണ് എന്ന് ആലോചിച്ചാൽ മതി. പക്ഷേ പഠിച്ച റബ്ബിനെ നമ്മൾ അള്ളാഹുവിനെ തവക്കലാക്കുക എല്ലാ കാര്യങ്ങളും. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഒരു പക്ഷേ ഒന്ന് ചീഞ്ഞ മറ്റൊന്നിന് വളം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ നിനക്ക് ഇതിനേക്കാൾ നല്ലൊരു ജീവിതം തരും. അതുകൊണ്ട് ഹാദിയ, നീ ഒരിക്കലും വിഷമിക്കരുത്. അതെ, ഹാദിയുടെ ഫോണിലേക്ക് അങ്ങനൊരു മെസ്സേജ് ആഷി ഉസ്താദ് അത് വിടുന്നു. എന്നാൽ അന്ന് ഹാദിയ കോളേജിൽ പോയില്ല എന്ന് മാത്രമല്ല, അവളുടെ ഫോണൊന്നും എടുത്ത് നോക്കുകയോ ഒന്നും അവൾ ചെയ്തില്ല. അവൾ ശരിക്കും വളരെയധികം മൂഡ് ഓഫ് ആയിരിക്കുന്നതാണ് ആ പിതാവ് കണ്ടത്. മോളെ ഹാദി, ഉപ്പാൻ്റെ കുട്ടിന്ന് പോകുന്നില്ലേ? ഇല്ലപ്പ. അതെന്താ മോളെ? ഉപ്പ, എനിക്ക് പോകാനൊന്നും തോന്നണില്ലപ്പ. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? എന്നാൽ ഉമ്മ പറഞ്ഞു, മോള് വിഷമിക്കല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വിധിച്ചതെന്ന് വിചാരിച്ചാൽ മതി. എൻ്റെ കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കല്ലേ. എന്തപ്പം ചെയ്യുക? സാരല്ല. എന്നാൽ ഹാദിയ അന്ന് കോളേജിലേക്ക് പോവാൻ കൂട്ടാക്കിയില്ല എന്ന് മാത്രമല്ല, അവൾ സ്ഥിരമായി യൂസ് ചെയ്യാറുള്ള അവളുടെ ആ ഫോണ് വരെ അവൾ എടുത്തു നോക്കിയില്ല. അത് അവൾ ആകെപ്പാടെ ഒരു ഏകാന്തത റൂമിൽ തരിച്ചിരിക്കുന്നു. അത് ഒറ്റയ്ക്കിരിക്കുന്നു, പുറത്തേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവൾക്ക് കഴിയുന്നില്ല. അവളുടെ ശരീരവും മനസ്സും ഒരുപോലെ തളർന്ന പോലെ. എന്നാൽ ആ ഉപ്പാക്കും ഉമ്മാക്കും ഒത്തിരി സങ്കടമായി. അത് ഞങ്ങൾ ചെറിയ മോളാണ് ഹാദിയ, എല്ലാ സുഖങ്ങളും കിട്ടി വളർന്നതാണ് അവൾ. അതെ, അവൾക്ക് ഒറ്റയ്ക്ക് അവളുടെ ഇഷ്ടം പോലെ വലിയ കാറ്, അതെ അവൾക്ക് ഒറ്റയ്ക്ക് അവൾ ഡ്രൈവിങ് ചെയ്തു പോവും. എല്ലാം അവളുടെ ഇഷ്ടം പോലെ. പണത്തിന് പണം എല്ലാം കൊടുക്കുന്നു. പക്ഷേ ഞങ്ങളുടെ കുട്ടിയുടെ ജീവിതം അത് വല്ലാത്തൊരു വിഷമായി മാറി. അവരുടെ ആ തറവാട്ടിലെ സന്തോഷം അതണഞ്ഞു പോയി. ശരിക്കും അത് കളിചിരിയും സംസാരങ്ങളുമുള്ള ഹാദിയ അവളുടെ ശബ്ദം പോലും ആ തറവാട്ടിൽ കേൾക്കാതെയായി. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ജോലിക്ക് വരുന്ന ലീല ചേച്ചി, എന്താ കുട്ടിയെ ഇങ്ങനെ ഇരുന്നാൽ? ഞമ്മക്ക് വരാനുള്ളത് നമ്മക്ക് വരും, അത് വൈക്ക് തങ്ങൂല എന്ന് കരുതിയിട്ട് നമ്മളെ പഴയ ജീവിതത്തിലേക്ക് ചിന്തിക്കുകയല്ലേ വേണ്ടത്. പുതിയ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുകയാണ് വേണ്ടത്. പഴയതൊക്കെ കഴിഞ്ഞു പോയി എന്ന് കരുതിയിട്ട് നമ്മൾ ഇനിയും ആ ഒരു പഴയ ചിന്തകളിൽ ഇരിക്കരുത്. കുട്ടി കൊച്ചല്ലേ, ആകുന്നതല്ലേ ഉള്ളൂ, ജീവിതത്തിലേക്ക് കടക്കുന്നതല്ലേ ഉള്ളൂ. ഇത്രമാത്രം ഡിസ്പ്രഷനിലേക്ക് ഇരിക്കാൻ എന്താ കുട്ടിക്ക്? ഇതാ ഭക്ഷണം കഴിച്ചോളി. അവളുടെ മുമ്പിലേക്ക് ലീലച്ചേച്ചി കൊണ്ടുവന്ന ആ ചൂടുള്ള നെയ്റോസ്റ്റും ആ ഒരു ചട്നിയും അതവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ലീലച്ചേച്ചി അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മസാല ദോശയാക്കിയിട്ടും അങ്ങനെയൊക്കെ കൊടുക്കും. അതും ആ ചൂടോടെ ആ നെയ്യിൻ്റെ സ്മെല്ലും എല്ലാം അവൾക്ക് കുറച്ച് കൂടുതലാക്കി ഇട്ട് കൊടുത്ത് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. തണുത്താൽ അവൾ കഴിക്കില്ല. അതുകൊണ്ട് തന്നെ ഓൾ ടേബിളിൽ വന്നിരിക്കുമ്പോഴാണ് അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ആ അറക്കൽ തറവാട്ടിലെ കുട്ടിയല്ലേ, അവൾ ചെറുപ്പം മുതൽ അങ്ങനെ ഒരു ശീലമായിപ്പോയി. എന്തപ്പം ചെയ്യുക? അതൊന്നും മുടക്കിയിട്ടില്ല. പണ്ടത്തെ ആളാണ് ലീലച്ചേച്ചി. അവരെന്ന് വെച്ചാൽ കുറച്ച് ആദ്യം തന്നെ ഈ കുട്ടിയുടെ ചെറുപ്പകാലത്ത് തന്നെ ഇവിടെയുള്ള ജോലിക്കാരിയാണ്. അവരുടെ അമ്മയായിരുന്നു ഇവിടെ.
പിന്നെ അമ്മയ്ക്കൊപ്പം വന്ന് അമ്മയുടെ കാലശേഷം ഇവരങ്ങ് സ്ഥിരമായി. എന്നാൽ ഹാദിയക്കുട്ടിയുടെ ആ ഒരു അവസ്ഥ ലീല ചേച്ചിക്ക് വല്ലാത്ത സങ്കടം തോന്നി. എന്താ ഹാദിക്കുട്ടി ഇങ്ങനെ ഇരുന്നാൽ? കുട്ടി കോളേജിൽ പോണില്ലേ? എന്നാൽ ഉമ്മ പറഞ്ഞു, ലീലേ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കി എൻ്റെ കുട്ടിക്ക്, ഞങ്ങളെ കുട്ടിയെ ഞങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഒന്നും ഉണ്ടാവില്ല. അത് എന്തൊക്കെ തന്നെയായാലും ഒരു കെട്ട് കഴിഞ്ഞ് വീട്ടിലൊക്കെ കൊണ്ടുവന്നാക്കിയാൽ എന്തായാലും ഓൾക്ക് മനസ്സിക്ക് ഒരു ഇടങ്ങാറും വേദനയൊക്കെ ഉണ്ടാവും. അത് 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും താത്തേ. അല്ലാണ്ട് വേറൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ. ഇക്ക് കഴിയും പോലെ ഞാൻ ഓളെ ശരിയാക്കാൻ നോക്കാം. എന്തിയേ? ചൂടുള്ള നെയ്റോസ്റ്റ് ഉണ്ടാക്കി നേരെ ഹാദിയുടെ മുമ്പിലേക്ക്, മോളെ ഇത് കഴിച്ചേക്കുക, കാരണം കുട്ടിക്ക് നല്ല ഇഷ്ടമായിരുന്നല്ലോ ഇത് തിന്നോളി, ഇത് ചൂടാറുന്നതിന് മുമ്പ്. പിന്നെ പണ്ടൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിരുന്നു നമ്മളെ തടി നോക്കണമെന്ന്. അത് ആരും നമുക്ക് ഉണ്ടാവില്ല. നമ്മളെ തടി നമ്മൾ നോക്കിയാൽ നമുക്ക് ആരോഗ്യത്തോടു കൂടെ നടക്കാം. ഇവിടുത്തെ വല്യമ്മയും പറഞ്ഞിരുന്നു തടി ഉണ്ടെങ്കിൽ കലീപായും പോകാമെന്ന്. നമ്മൾ ആരോഗ്യം നോക്കണം, അല്ലാതെ ആരെങ്കിലും എന്തും കാട്ടി വിചാരിച്ചിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കരുത്. എന്നാൽ ഹാദിയക്ക് അതൊന്നുമല്ലായിരുന്നു വിഷമം. അതെ റബ്ബേ, ഞാൻ ഇവിടുന്ന് പോരാനൊരു കാരണം കണ്ടുപിടിച്ചത് ഞാൻ അവരെ തല്ലി എന്നുള്ള പേരിലാണ്. റബ്ബേ എനിക്കറിയാമല്ലോ, ഞാൻ ഒരിക്കൽ പോലും അതെന്നെ പിടിച്ചു വലിച്ചപ്പോൾ ഞാൻ തടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കൈ അറിയാതെ മുഖത്ത് എവിടെയോ കൊണ്ട് എനിക്ക് ഓർമ്മ പോലുമില്ല. എന്നാൽ എല്ലാവരും കൂടി അതെ വീട്ടിലെ ആണിനെ തല്ലി എന്നുള്ള പേരിലാണ് എന്നെ കൊണ്ടുവന്നാക്കിയത്. പഠിച്ചവനെ നിനക്കറിയാലോ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എന്നെ ഇടങ്ങാറാക്കാൻ നിൽക്കുന്നതാണ്. അതെ ഓരോ പെണ്ണുങ്ങളുടെ മുമ്പിൽ ആലോചിച്ചൂടാ അതൊന്നും. റബ്ബേ എങ്ങനെയും ജീവിച്ചോട്ടെ, എനിക്കെന്താ ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്നിനുമില്ല. അതെ എന്നാലും അവൾ ഫോണ് പോലും ഒന്ന് തൊടുന്നുമില്ല. എന്നാൽ ആഷി ഉസ്താദിനോട് കാര്യം കുറച്ചങ്ങ് പറഞ്ഞപ്പോൾ അല്ലാ ഒരു സമാധാനം തോന്നി. പക്ഷേ ഇപ്പോൾ ഫോൺ എടുക്കുവാനോ ഒന്നിനും തോന്നില്ല. ഫോൺ അങ്ങനെ ബെല്ലടിക്കണേ. ഉമ്മ പറഞ്ഞു, മോളെ നിൻ്റെ ഫോണല്ല ബെല്ലടിക്കണത്, ഒന്ന് എടുത്തൂടെ മോളെ. ഉമ്മ എനിക്ക് ആര് വിളിക്കാനോ ഉമ്മ? വേണ്ടുമ്മ. അങ്ങനെ അവൾ ഫോണ് പോലും കുത്തിവെക്കുന്നില്ല. ഫോണെല്ലാം ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫായി. ഹാദിയ വളരെ വിഷമത്തിലാണ്. അവളുടെ മാനസിക നില ആകെ തെറ്റിപ്പോകുമോ എന്നുവരെ ആ ഉമ്മയും ഉപ്പയും ഭയപ്പെടുന്നു. മോളെ ഉപ്പാൻ്റെ കുട്ടി ഉപ്പാൻ്റെ അടുത്ത് വന്നിരിക്കുക, ഉപ്പാൻ്റെ കുട്ടിക്ക് എന്താ വേണ്ടിയത്, ഉപ്പ എല്ലാം തരുമല്ലോ. ഉപ്പ മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടാൻ എന്താ ഉപ്പ ഞാൻ ചെയ്യേണ്ടത്? ആ പിതാവിനോട് പൊന്നുമോളുടെ ആ ഒരു വിതുമ്പിക്കൊണ്ടുള്ള ആ ഒരു ചോദ്യം കേട്ട് ആ ഉപ്പ പറഞ്ഞു, മോളെ ഉപ്പാൻ്റെ കുട്ടികളുടെ ഇടയിൽ പോയാൽ ക്ലാസ്സിൽ പോയാൽ കുറേ സമാധാനം ഉണ്ടാവും കേട്ടോ, അല്ലാതെ ഒന്നും എന്തപ്പോൾ ഞാൻ ചെയ്യാം. അത് ഇടപഴകൽ, ആളുകളുടെ ഇടയിൽ ഇടപഴകി ശരിയാകണം, അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്നാൽ മടുത്തു പോവും മോളെ ജീവിതം. ഉപ്പാൻ്റെ കുട്ടി കരയല്ലേ. പെട്ടെന്നാണ് ഉപ്പയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. ആരാണിത്? അല്ലാ ഉസ്താദോ? ഹലോ ഉപ്പ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉപ്പ ഇത് ഹബീബ് ഉസ്താദാണ്. ഉസ്താദേ. അല്ലാ എന്തൊക്കെ അല്ലേ, ഹാദിയനെ ക്ലാസ്സിൽ കണ്ടില്ലേ, അതുകൊണ്ട് പിന്നെ പ്രിൻസിപ്പൾ ഒന്ന് വിളിച്ചു നോക്കാനും പറഞ്ഞു. അപ്പോൾ ഐഷുവിൻ്റെ അടുത്ത് നമ്പർ വാങ്ങിയിട്ട് അപ്പോൾ പിന്നെ ഹാദിയൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കിട്ടുന്നില്ല, സ്വിച്ച് ഓഫാണ്. പിന്നെ ഉപ്പയുടെ നമ്പർ എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് വിളിച്ചതാണ്. ഉപ്പ എന്ത് ഹാദിയൊന്ന് വരാഞ്ഞത്? ഹബീബ് ഉസ്താദിൻ്റെ ആ ചോദ്യം കേട്ട് ആ പിതാവിന് എന്ത് പറയണമെന്നായിപ്പോയി. ഉസ്താദെ ദുആ ചെയ്യ്, എൻ്റെ കുട്ടി അകപ്പാടൊരു ഏകാന്തതയിലിരിക്കുകയാണ്. എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയാരണില്ല, അവൾ ഫോൺ നോക്കണില്ല, ഒന്നുമില്ല, ഒരു ആലോചന, ഒരു ചിന്ത. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമെന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഉസ്താദെ. ഹബീബ് ഉസ്താദെ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. ഇല്ലപ്പ ഒന്നും സംഭവിക്കില്ല, അത് എന്തായാലും അവളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചില്ല, അതിൻ്റെ ടെൻഷനാണ്. 2 ദിവസം കഴിഞ്ഞാൽ റെഡി ആയിക്കോളും കേട്ടോ. ക്ലാസ്സിന് ഇന്ന് വരും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോൾ ആദ്യ ക്ലാസ്സിലേക്ക് തിരിച്ചു വന്നതിൽ നമുക്കൊരു എന്തെങ്കിലും മധുരം എല്ലാവർക്കും നൽകണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവൾ എത്തിയത് കണ്ടതുമില്ല. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷത്തിനൊക്കെ, ഞങ്ങൾക്ക് ഉസ്താദുമാർക്കും സന്തോഷമുള്ള വീണ്ടും പഠിക്കാൻ വരിക എന്ന് പറയുമ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്.
ഏകദേശം ഇനി ഒരു 1.5 വർഷത്തെ കോഴ്സല്ലേ, അത് കഴിഞ്ഞ് അവൾക്ക് ആ ബിരുദം കിട്ടുമല്ലോ. അപ്പോൾ പിന്നെ എന്തൊക്കെയായാലും അത് വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷെ ഓളൊന്ന് വരാതായപ്പോൾ അതാ വിളിച്ചു നോക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഹബീബ് ഉസ്താദിനത് വല്ലാത്ത ടെൻഷനായിപ്പോയി. എന്നാ ഉപ്പ ശരി, ഞാൻ വിളിക്കാം കേട്ടോ. അപ്പോൾ തന്നെ അതാ ഹബീബ് ഉസ്താദ് ഐഷുവിനെ വിളിക്കുന്നു. ക്ലാസ്സിൽ നിന്ന് ഐഷു ഇവിടെ വന്നേ. ഇക്ക എന്താ? അത് ഞാൻ ഹാദിയുടെ ഉപ്പാക്ക് വിളിച്ചിരുന്നു, പ്രിൻസിപ്പൾ പറഞ്ഞിട്ടേ ഓളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്ന നമ്പറിൽ വിളിച്ചില്ലേ, അതൊന്നും കിട്ടുന്നില്ല അത്ര. ഏതായാലും ഒരു ഉപ്പാക്ക് വിളിച്ചപ്പോൾ അവൾ കുറച്ച് ഡിപ്രഷനിലാണെന്ന് പറഞ്ഞു. ഹാദിയക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഐഷു? അല്ലാ ഹാദിയ, എനിക്ക് എന്താ ഇക്ക ഞാൻ ചെയ്യാ? നമ്മളെക്കൊണ്ട് നമുക്ക് വീട്ടിലൊന്ന് പോയാലോ? വീട്ടിൽ പോയിട്ട് ഞാൻ ഓളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഇൻഷാ അല്ലാ ആയിക്കോട്ടെ, ഞാൻ ഷെഫീഖ് ഉസ്താദിനോടൊക്കെ ഒന്ന് കാര്യം പറയട്ടെ കേട്ടോ. എന്നാൽ ഈ സമയം അതാ ഹബീബ് ഉസ്താദിൻ്റെ ഫോണിലേക്ക് കോള് വരുന്നു. അല്ലാ ആഷിയോ? ഹലോ അളി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ല എൻ്റെ അളിയ, എന്തൊക്കെയുണ്ട് നാട്ടിലത്തെ വിശേഷങ്ങൾ? അല്ല, എൻ്റെ അളിയൻ്റെ ഈജിപ്തത്തെ വിശേഷം എന്താ? അൽഹംദുലില്ലാ റാഹത്തായിട്ട് പോയിട്ടുണ്ട്. പഠനമൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. പല നാട്ടുകാർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല നിറത്തിലുള്ളവർ, സത്യം പറഞ്ഞ ആളുകളുടെ ഇടയിൽ ഇടപഴകിയിട്ട് സംസാരിക്കാനൊക്കെ എല്ലാം നമുക്ക് മനസ്സിലാകാൻ കേട്ടോ. ഏതായാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇവിടെ എത്തിയത് കൊണ്ടേ. എൻ്റെ പ്രിയപ്പെട്ട ആഷി, മോൻ വരുന്നുണ്ടോ? അല്ലാ അതോ, വീട്ടിൽ നിന്ന് ഉമ്മ കല്യാണക്കാര്യത്തെ കുറിച്ച് ഇങ്ങനെ പറയണം. ഉമ്മാൻ്റെ ഏതാ കല്യാണം ഉണ്ട് അങ്ങനെ എങ്ങനെ. ഞാൻ പറഞ്ഞു ഉമ്മ കുടുംബത്തിൽ നിന്നൊന്നും ഒരിക്കലും നടക്കില്ല, എനിക്ക് താല്പര്യമില്ല കല്യാണക്കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ്. എൻ്റെ പൊന്നാരളിയാ, കുടുംബത്തിൽ നിന്ന് ശരിയാവില്ല കേട്ടോ. ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ കുടുംബം മൊത്തം തെറ്റും. അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല അളിയാ, സത്യമായിട്ടും. പിന്നെ ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. എന്താ ഷി? അല്ലേ, നമ്മുടെ ഹാദിയ, അവളെ കുറിച്ച് പെട്ടെന്ന് അതാ ഉസ്താദ് പറയുന്നു. ആഷി, ഞാൻ പറയണമെന്ന് വിചാരിച്ച് നിൽക്കടാ, പാവം. അറിയാത്ത രീതിയിൽ ആഷി ചോദിച്ചു. ആ പെണ്ണിപ്പോൾ വീട്ടിലാണല്ലോ, അവൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഓന് കൊണ്ടുവന്നാക്കിയിട്ടുണ്ട്. അല്ലോ പഠിച്ചോനെ, ഒന്നുമില്ല, അതെന്തോ ഒരു പ്രശ്നം തമ്മിൽ ഒത്തുപോലെ തോന്നുന്നുണ്ട്. ഓനെന്തോ എന്താ ശരിക്കും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എന്താ അറിയില്ല. എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ ആഷി ഉസ്താദിനെ അറിയാമായിരുന്നു. അവൾ ഇടയ്ക്കിടെ ഉസ്താദിന് ഒരു മെസ്സേജ് അയച്ചിരുന്നു. ഉസ്താദേ, റൂമിലൊരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, പുറത്ത് മാത്രമാണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഉസ്താദേ, ഞാൻ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓളൊരു മെസ്സേജ് അയച്ച്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആഷി ഉസ്താദ് ഒന്നും അറിയാത്ത രീതിയിൽ തന്നെ അഭിനയിച്ചു. കാരണം മോശമല്ലേ അത് പറയുന്നത്? അല്ലളിയാ, എന്താണ് അവൾക്ക് പറ്റിയത്? അവളാകെ ഡിപ്രഷനിലാണ്, ഇപ്പോൾ ഫോണ് പോലും എടുക്കുന്നില്ല. അത് കേട്ടപ്പോൾ ആഷി ഉസ്താദിൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. അല്ലാ പഠിച്ചോനെ, ആദ്യമൊക്കെ എന്ത് പറ്റി റബ്ബേ? അല്ല ഉസ്താദേ, നിങ്ങൾ ആരാ പറഞ്ഞത്? ഞാൻ ഓളെ ഉപ്പാൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു, അപ്പോഴാണ് പറഞ്ഞത്. പഠിച്ചോനെ, എന്ത് പറ്റി ആദ്യമൊക്കെ? ആഷി ഉസ്താദിന് വല്ലാത്തൊരു ടെൻഷനായത്, അവൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. റബ്ബേ പഠിച്ചോനെ. അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫോണിലേക്ക് നോക്കി. എനിക്ക് തന്നെ വിലപിടിപ്പുള്ള ഈ ഒരു ഫോണ്, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ ചാറ്റിങ്ങുകൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഫോൺ വഴിയാണ്. അവളെനിക്കിത് സമ്മാനമായി നൽകിയതാണ്. പഠിച്ചോനെ റഹ്മാൻ, ആ കുട്ടിക്കൊന്നുമില്ലായിരുന്നല്ലൊരു കുഴപ്പം, ഒന്നും ഉണ്ടാവരുതേ അല്ലാ. ഉസ്താദേ, എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുമോ? എന്തിൻ്റെ ആഷി? അറിയില്ല, ഞാൻ ഐഷുവിനോട് പറഞ്ഞിരുന്നു എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാന്ന്. എന്നാൽ ഞാൻ വിളിക്കളിയാ, എന്നാൽ ശരി. സത്യം പറഞ്ഞാൽ ആഷി ഉസ്താദിനത് വല്ലാത്ത സങ്കടമായി മാറി. അവൻ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു. റബ്ബേ, എൻ്റെ ഹാദിക്കൊന്നും പറ്റരുതേ അല്ലാ, നല്ല മോളായിരുന്നു അവള് റബ്ബേ. എന്നാൽ ആ നിമിഷം തന്നെ ഐഷുവിനെ വിളിച്ചു. പക്ഷേ ഐഷുവിൻ്റെ ഫോണ് സ്റ്റാഫ് റൂമിലാണെന്ന് തോന്നുന്നു. എന്നാൽ ആഷിയാണ് വിളിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്നെ ഐഷുവിനെ വിളിച്ച് ഫോൺ കൊടുത്തു. ഐഷു
ഇതാ ഫോണ് ഇക്കാക്കയാണ്. ഹലോ ഇക്കാക്ക, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. എങ്ങനെയുണ്ട് പെണ്ണേ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഉംറക്കൊക്കെ പോയി വന്ന് റാഹത്തായി. ഇനി ബാക്കി പഠനം തുടരുന്നു. 1 മാസം എത്ര എന്നത്? ആ, അത്രയൊക്കെ തന്നെ. പിന്നെ കുറച്ചും കൂടെ കാണണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ. ക്ലാസ് മുടങ്ങല്ലേ, ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം കേട്ടോ. ഇനി ക്ലാസ് കഴിഞ്ഞിട്ട് പോവാം. എന്നിട്ട് നിങ്ങൾ വിസിറ്റിങ്ങിന് 6 മാസമോ 1 വർഷം എത്രയും പോയെന്നോളൂ. ഇതാ കംപ്ലീറ്റ് ചെയ്തോളൂ. കാരണം പിന്നെ ഇത് തലക്കുന്ന പഠിക്കുകയെന്ന് വെച്ചാൽ പിന്നെ ഐഷു, എന്തൊക്കെ സുഖമല്ലേ ഇക്കാൻ്റെ കുട്ടിക്ക്? സുഖമാണ് അൽഹംദുലില്ലാ. പിന്നെ ഹാദിയുടെ കാര്യം നീ എന്തെങ്കിലും അറിഞ്ഞോ? ഇക്ക, ഹാദിയുടെ കാര്യം കുറച്ച് പ്രയാസത്തിലാണല്ലോ. പാവാണ്. അവൾ കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുണ്ട്. ഓൾ ഹസ്ബൻഡ് കൊണ്ടുവന്നാക്കിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇന്നൊരു ക്ലാസ്സിലും വന്നിട്ടില്ല ഇക്ക. സത്യമായിട്ടും എനിക്ക് ഭയങ്കര ടെൻഷൻ അവളെക്കുറിച്ച് ആലോചിച്ചിട്ട്. അതെ, എനിക്ക് എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിലേക്ക് അവൾ കടന്നു വന്നിരുന്നു. ഇക്ക, ഞാൻ പലതും ആഗ്രഹിച്ചിരുന്നു. പാവം പെണ്ണ്, ഇനിയിപ്പോൾ എന്തൊക്കെയാവോ. ആദ്യം കുറച്ച് കുശുമ്പൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവൾ അത്രക്കും നല്ല പെണ്ണായി മാറിയിരുന്നു ഇക്ക. സത്യമായിട്ടും എനിക്ക് വല്ലാത്ത വിഷമം. എന്താ ഇക്ക നീ ചെയ്യാ? ഇക്ക പ്രാർത്ഥിക്കട്ടോ അവൾക്കൊന്നും ഇല്ലാതെക്കാൻ. ഐഷു, നീ ഒന്ന് പോകണം ഓളെടുത്തിട്ടോ. നീയും നിൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നീയും നിൻ്റെ ഹബീബ് ഉസ്താദോ ഒറ്റും പോയിട്ട് ഒന്നോളോട് സംസാരിക്കട്ടോ. നല്ല രീതിയിൽ സംസാരിച്ചു. അവൾ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആണിക്കോ. ഒന്ന് പറഞ്ഞ് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കട്ടോ. അവൾ ഡിപ്രഷനിൽ അടിച്ചിരിക്കാതെ നല്ല രീതിയിൽ ഒന്ന് നിങ്ങളൊക്കെ ഫ്രണ്ട്സുകളൊന്ന് അവൾ പറഞ്ഞ് ആക്റ്റീവാക്കിയാൽ തീർച്ചയായും അവൾ ആക്റ്റീവായി വരും. അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കും കൂടി അതൊരു ഖേദമായി മാറും. അതേക്ക, സത്യമായിട്ടും എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ. എന്തിപ്പോൾ ചെയ്യുക? ഇന്ന് എന്തായാലും പോയി നോക്കണം. ഞാൻ ഉസ്താദിനോട് പറയട്ടെ. എന്തായാലും പറഞ്ഞു നോക്ക് കേട്ടോ. എന്നാൽ ഉസ്താദ് വിളിച്ചതും മെസ്സേജ് അയച്ചതും ഒന്നും തന്നെ അവളോട് പറഞ്ഞില്ല. അതെ, ഫോൺ സ്വിച്ച് ഓഫാണ്. അതാണ് അവൻക്ക് അത്രയധികം വിഷമായത് ആഷിക്ക്. എന്നാൽ ആ ദിവസം മുഴുവൻ അവനവൻ്റെ പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ അതെ, അവൻ്റെ ചിന്ത മറ്റെവിടേക്കായിരുന്നു. ഹാദിയ പുഞ്ചിരിക്കുന്ന മുഖവുമായി തൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന ആ ഒരു പെൺകുട്ടി, അതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവൻ്റെ ചിന്തകൾ. ഒരു നിമിഷം ആഷി ഉസ്താദ് ആലോചിച്ചു, ഹാദി വിഷമിക്കരുത്, കൂടെയുണ്ട്. ഞാനെപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി മാത്രം. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ 24,000 22,000 ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. പക്ഷേ 10,000 ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ, പിന്നെ ഒരു ലൈക്കും തരണേ. ഇൻഷാ അല്ലാ, പറ്റുകയാണെങ്കിൽ ഒരു കമൻറ്റും. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.